ഒരു നൂറ്റാണ്ട് മുൻപ് വംശനാശം സംഭവിച്ചുവെന്ന് കരുതപ്പെടുന്ന നീലഗിരി കടുവയുടെ സാന്നിധ്യം ഇപ്പോഴുമുണ്ടെന്ന് വനം വന്യജീവി ഗവേഷകന്റെ അവകാശവാദം. 2 പതിറ്റാണ്ടോളം തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മൃഗങ്ങളെ ആക്രമിച്ച അജ്ഞാത ജീവി നീലഗിരി കടുവയാണെന്ന് ഗവേഷകനായ ഡിജോ തോമസ് പറയുന്നു. വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച കാൽപ്പാടുകളും ആക്രമണ രീതികളും പരിശോധിച്ച ശേഷമാണ് അജ്ഞാത ജീവി നീലഗിരി കടുവയാണെന്ന സ്ഥിരീകരണത്തിലെത്തിയതെന്നും ഡിജോ വ്യക്തമാക്കുന്നു. 2 പതിറ്റാണ്ടോളം തൃശൂരിന്റെ തീരമേഖലയിൽ ഭീതി പടർത്തിയിരുന്ന അജ്ഞാത ജീവി നീലഗിരി കടുവയാണെന്നാണ് ഗവേഷകനായ ഡിജോ തോമസിന്റെ അവകാശവാദം. പട്ടിയുടെ മുഖവും കടുവയുടെ ശരീരഘടനയുമുള്ളതാണ് നീലഗിരി കടുവ. കാഞ്ഞാണി ചാവക്കാട് മേഖലയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നത് ഈ ജീവിയാണെന്നാണ് കണ്ടെത്തൽ. 1 നൂറ്റാണ്ട് മുമ്പ് ഇടുക്കി, വയനാട്, തട്ടേക്കാട് മേഖലയിൽ പട്ടിക്കടുവ എന്ന് വിളിപ്പേരുള്ള നീലഗിരി കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായാണ് നിഗമനം. നെയ്യാർ ഡാമിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവിയുടെ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നതിന്റെ വിവരങ്ങളും ഡിജോ ശേഖരിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മുതൽ കുന്നംകുളം വരെ നീളുന്ന തൃശൂർ ജില്ലയുടെ തീരമേഖലയിൽ ഇത്തരമൊരു ജീവിയുണ്ടെന്ന് കാൽപ്പാടുകളും മറ്റും പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഡിജോ പറയുന്നു. തിരുവനന്തപുരത്തെ അറ്റാക്ക് നടക്കാൻ വിദൂര സാധ്യതയുള്ള 5 സ്പീഷീസേ ഉള്ളൂ. പുലി, ഹൈന, വൈൽഡ് ഡോഗ്, ഡോല്, വൈൽഡ് ക്യാറ്റ്, സാദാ പട്ടി. അതിൽ ഹൈന നമ്മുടെ കാടുകളിൽ ഇല്ല, പക്ഷെ എന്നിൽ കൂടി നമ്മളത് എടുത്തിട്ടുണ്ട്. ഈ 5 സ്പീഷീസും അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ജീവിയില്ലെന്നും നമ്മൾ സംശയാതീതമായിട്ട് തെളിയിച്ചു. മൈസൂരിൽ നടന്ന 103ാം ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ ഡിജോ തന്റെ കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്ന പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു. മറഞ്ഞിരിക്കാൻ കൂടുതൽ കഴിവുള്ള ഈ ജീവി മനുഷ്യവാസമുള്ളിടത്ത് അപൂർവമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നും ഡിജോ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വനംവകുപ്പ് ഈ വാദങ്ങളെ തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.